എന്റെ ഒരു ആഗ്രഹം. അത് അനഘയ്ക്ക് അറിയാവുന്നതല്ലേ? തന്നെ അനഘേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ ബ്ലോക്കിൽ ഇപ്പോ വേറൊരു സ്റ്റാഫും ഇല്ല. ദേ, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് അനഘയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. അത് താനങ്ങ് തീരുമാനിച്ചാ മതിയോ? മാനം നശിക്കുന്നതാ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ നഷ്ടം. എന്റെ ദേഹത്തെ താൻ തൊടണമെങ്കിൽ ഞാൻ മരിക്കണം. ഒരൊറ്റ തവണയെങ്കിലും നീ എന്റേതാവണം. അത്രയ്ക്ക് മോഹിച്ചു പോയി ഞാൻ. എന്നെ തൊട്ടാലുണ്ടല്ലോ. വേണ്ട അനഘ, ഞാൻ വേണ്ട അനഘ, വേണ്ട. ഉപദ്രവിക്കാൻ വന്നതല്ല ഞാൻ. പറയട്ടെ, ഇറങ്ങിപ്പോടോ അനഘ. ആണുങ്ങളോടാണോടി നിന്റെ ഈ കസർത്ത്? സ്റ്റെതസ്കോപ്പ് കഴുത്തിലിടുന്നതിന് മുമ്പ് നഞ്ചൊക്കെ കയ്യെടുത്ത എന്നെയാണോ നീ കൊച്ചു പിച്ചാത്തി കാണിച്ച് പേടിപ്പിക്കുന്നത്? നീ ഇവിടെ കിടന്ന് നിലവിളിച്ചാലും ആരും കേൾക്കാൻ പോകുന്നില്ല. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? എന്റെ ആഗ്രഹം സാധിച്ചിട്ട് നിന്നെ ഞാൻ വിടൂ. മിണ്ടാതിരിക്കടി. ഇതിനുള്ളിൽ റേഞ്ചും കിട്ടുന്നില്ലല്ലോ. എന്തുപറ്റി? എന്താ സംഭവിച്ചെന്ന് പറ. സമാധാനായിട്ട് പറ. അയാൾ എന്നെ ഉപദ്രവിക്കാൻ നോക്കി. ആര്? പേടിക്കണ്ട, വരൂ. എന്തായാലും ഇവിടെ നിൽക്കണ്ട, എന്റെ മുറിയിലേക്ക് പോകും. സമാധാനമായിട്ട് വരൂ. ഇവിടെ ഇരിക്കേ. ഇനി പറ, എന്താ സംഭവിച്ചത്? അയാള് ആ ഡോക്ടർ തരകൻ എന്നെ ഇതിനു വേണ്ടി മാത്രം അയാൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇട്ടത്. ഞാനുണ്ട് നിന്റെ കൂടെ. ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കള്ളം പറഞ്ഞ് എനിക്കിവിടെ നിൽക്കാൻ തോന്നിയത്. ഞാനുണ്ടാവും തന്റെ കൂടെ, ഇപ്പോഴല്ല എപ്പോഴും. ഞാനിപ്പോ വരാം. എങ്ങോട്ട് പോകുന്നു? അത് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഒരു കാര്യം ഞാൻ തനിക്ക് ഉറപ്പ് തരാം, ഈ മുറിയിൽ നീ സുരക്ഷിതയായിരിക്കും. അതെന്റെ ഉറപ്പാ. നീ ഇവിടെ ഇരിക്കാം.